കളകളമൊഴുകും പുഴകളും അരുവിയും, കളകളമൊഴുകും പുഴകളും അരുവിയും, മാമലമേലെ മഞ്ഞിൻ കൂടും കാടും കടലും കണ്ടാലാരും മോഹിക്കും. ഭക്ഷ്യവിലാസിനി വിശ്വവിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതക പൂരം പൊടിപൂരം, ഓളം കീറിപ്പായും ചുണ്ടനും കാടു ചേർന്നു നടക്കും വീരനും, അനന്തനുറങ്ങും മണ്ണും തിന്നി സാഗര റാണിയെ സാക്ഷാൽ കൊച്ചി. കാണാൻ എന്തൊരു ചേലാണ്, കാണാൻ എന്തൊരു ചേലാണ്, മനസ്സു നിറയ്ക്കും നാടൻ കേരളം, കേരളം മനോഹരം, കേരളം കേരളം മനോഹരം. കേരള മനോഹരത്തിൻ്റെ പുതിയ എപ്പിസോഡുമായി ഞാൻ നിൽക്കുന്നത് വർക്കലയാണ്. ഇത് വർക്കല ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട്. വർക്കലയിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ആത്മീയത തുളുമ്പുന്ന ഒരിടം വർക്കല. വർക്കലയുടെ ഒത്ത മധ്യത്തിൽ ഇത് മൈതാനത്തിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. അതായത് നമ്മൾ കല്ലമ്പലത്ത് നിന്നൊരു 12 കിലോമീറ്റർ, നമ്മളിപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്കലയിലേക്ക് വരുന്നവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണത്. നമ്മളിപ്പോൾ കല്ലമ്പലത്ത് നിന്നാണ്, അതായത് നാഷണൽ ഹൈവേ നിന്ന് കല്ലമ്പലത്ത് നിന്ന് ഒരു 12 കിലോമീറ്റർ താണ്ടി വരുമ്പോൾ നമ്മൾ വർക്കലയിലേക്ക് എത്തും. ഇവിടെ നിന്ന് ഈ മൈതാനത്ത് നിന്ന് ഒരു റൈറ്റ് ഒരു കുറച്ച് ദൂരം പോകുമ്പോഴേ നമുക്ക് കാപ്പിൽ ബീച്ചിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ നമുക്ക് അഞ്ചുതെങ്ങ്, കായിക്കര അങ്ങോട്ടുള്ള റൂട്ടിലേക്ക് പോകാൻ പറ്റും. കുറച്ച് മാറി ശിവഗിരി ശാരദാമഠം, ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്കല ബീച്ചിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ശരി തന്നെ, വർക്കലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കേരള മനോഹരത്തിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ദൈവമേ കാത്തുകൊൾകങ്ങ്, കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻപദം. നമ്മളിന്നീ കാണുന്ന കേരളം കേരളമായി തീരാൻ കാരണക്കാരായവരിൽ ഏറ്റവും പ്രധാനിയാണ് ശ്രീനാരായണ ഗുരുദേവൻ, യുഗപുരുഷൻ. അദ്ദേഹം സ്ഥാപിച്ച ശിവഗിരി ശാരദാ മഠത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ പുണ്യഭൂമി വർക്കല ശിവഗിരി ശാരദാ മഠം. ഒരുപാട് ഭക്തജനങ്ങൾ, വിശ്വാസികളൊക്കെ വന്നു പോകുന്ന ഒരിടമാണ്. നമുക്കറിയാം, നമ്മുടെ പുതുവർഷം ആരംഭിക്കുന്ന തൊട്ട് തലേനാൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന ഒരിടമാണ് ഇവിടെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതമേതായാലും മനുഷ്യനെന്നായാലും മതി. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന ഗുരുദേവൻ്റെ ശാരദാ മന്ദിരത്തിന് മുന്നിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്.
ഇത് പ്രാർത്ഥനാ മന്ദിരം, പർണശാല എന്നറിയപ്പെടും. ഈ ആശ്രമത്തിലെ പ്രാർത്ഥന തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. രാവിലെ, എല്ലാ ദിവസവും രാവിലെ ഉണ്ടാകും പ്രാർത്ഥന. ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായി എന്ന് പറഞ്ഞ ഗുരുദേവൻ ഇവിടെ ഈ പ്രാർത്ഥന തുടങ്ങുന്നത് സർവ്വമതങ്ങളുടെയും ഉണ്ട്. ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, ബൈബിൾ പാരായണം ചെയ്യാറുണ്ട്, ഭഗവത്ഗീത പാരായണം ചെയ്യാറുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. ഇവിടെ ശിവഗിരി മഠത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ പ്രാർത്ഥനാലയത്തിൽ നിന്നുകൊണ്ടാണ്. തൊട്ടടുത്തായി കാണുന്നതാണ് ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി ശാരദാ മഠം. നമുക്ക് അങ്ങോട്ട് പോകാം. വർക്കലയിൽ നമ്മൾ ജംഗ്ഷനിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ചൂടാണ്, നല്ല കൊടും ചൂടാണ് ഇപ്പോൾ സമയത്ത്. ഇതിൽ നമ്മുടെ മഴക്കാലമാണെങ്കിൽ പോലും ഇപ്പോൾ ഭയങ്കരമായ ചൂടാണിപ്പോൾ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നിറഞ്ഞ മരങ്ങളും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഒക്കെ ഏറ്റവും വളരെ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ തോന്നും. അറിയാതെ എല്ലാം മറന്ന് നമുക്ക് എല്ലാം മറന്നിരിക്കാൻ പറ്റുന്നൊരിടമാണ്. തീർച്ചയായിട്ടും ടൂറിസ്റ്റുകൾക്ക് ശിവഗിരി മഠത്തിൽ വന്ന് പോകാം. കാരണം നാനാജാതി മതസ്ഥർക്കും ഒരേപോലെ സ്വാഗതം ചെയ്യുന്ന ഒരിടമാണിത്. വർക്കല കാണാനെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് തുറന്ന മനസ്സോടെ ഇവിടേക്ക് വരാം. നമുക്കറിയാം, സാധാരണ നമ്മൾ കല്ലമ്പലത്ത് നിന്ന് 12 കിലോമീറ്ററാണ് നമുക്ക് ശിവഗിരി ശാരദാ മഠത്തിലേക്കും വർക്കലയിലേക്കും. അതുപോലെ തന്നെ ട്രെയിൻ മാർഗം സഞ്ചരിക്കുന്നവർക്ക് വർക്കല തന്നെ സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശിവഗിരി മഠത്തിലേക്കും ഇവിടുത്തെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പോകാനായിട്ട്. ഗുരുപൂജാ മന്ദിരത്തിലെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആലോചിക്കുന്നത് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ. കാരണം ഇവിടുത്തെ പച്ചക്കറികളാണ്. ഇവിടെ ഗോശാലയുണ്ട്. ആ ഗോശാലയിലെ പശുവിൻ്റെ പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാം എന്താ പറയുന്നത്, വളരെ വളരെ ഭയങ്കര പോസിറ്റീവായൊരു എനർജി നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പലയിടങ്ങളിലായിട്ട് വിശ്രമം കൊള്ളുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. ഇത് കാണാനായി വരുന്നവരുണ്ട്. ഇത് ആസ്വദിക്കുക. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും ഇവിടുത്തെ ആത്മീയതയും ഒക്കെ നിറഞ്ഞു തുളുമ്പുന്ന ഈ മഠത്തിൽ നിൽക്കുമ്പോൾ നമ്മളറിയാതെ എല്ലാം മറന്ന് സർവം മറന്ന് സർവേശ്വരനിൽ ലയിക്കുന്നൊരു ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇനി നമ്മൾ പോകുന്നത് ഗുരുദേവൻ ഒരുപാട് നാളെ അവസാന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം വിശ്രമിച്ചിരുന്ന ഒരിടത്തേക്കാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ബോധാനന്ദ സ്വാമി സമാധി മന്ദിരം. ഗുരുദേവ സമാധി മന്ദിരത്തിന് മുന്നിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നോടുള്ളപ്പം ഇവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസർ സർ, ഇത് ഗുരുദേവൻ 1928 സെപ്റ്റംബർ 20 സമാധിയായി. പക്ഷേ ഈ മന്ദിരം സ്ഥാപിക്കുന്നത് പിന്നീടാണല്ലേ? പിന്നീടാണ്. എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത്? 40 വർഷം കഴിഞ്ഞിട്ടാണ്. ആരാണ് സാർ ഇത്? ഇതിനൊരു സാർ പറയുന്ന കഥ ഒരു MP മൂത്തേടം ഇത് പണി കഴിച്ച് സമർപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിലും ചരിത്രമുണ്ട്. അപ്പോൾ MP മൂത്തേടം ഒരു സാധാ കുടുംബത്തിലെ അംഗമായിരുന്നു അന്ന്.
അപ്പോൾ ഒരു ജോലി ഇല്ലാതെ വിഷമിച്ച് ഗുരു തലശ്ശേരിയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഗുരുവിനെ കണ്ടു തൊഴിലിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു 3 വെള്ളി നാണയങ്ങൾ കൊടുത്തിട്ട് 3 വെള്ളി നാണയങ്ങൾ കരാർ ജോലി ചെയ്ത് ജീവിക്കാനുള്ള മാർഗം തേടാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് കോൺട്രാക്ട് വർക്കുണ്ട്. അപ്പോൾ അവരോടൊപ്പം അദ്ദേഹവും ഇങ്ങനെ ചേർന്ന് വന്നു. അതിൽ നിന്നുള്ള അഭിവൃദ്ധി ഈ ഗുരുവിന് സമാധിക്ക് ശേഷം സമാധി മന്ദിരം ഉണ്ടാവണം എന്ന ഭക്തരുടെ ആഗ്രഹവും ശിവഗിരി മഠത്തിൻ്റെ താല്പര്യവും മാനിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ തറ കെട്ടിക്കൊടുക്കാം എന്ന് സമ്മതിച്ചു. അപ്പോൾ ആ തറ കെട്ടിക്കഴിഞ്ഞ് വീണ്ടും അതവിടെ പണി പൂർത്തിയാകാതെ കിടന്നു. അന്നത്തെ ശിവഗിരി മഠത്തിൻ്റെ ഭരണസാരഥി ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ കണ്ടിട്ട് അത് പൂർത്തീകരിച്ച് തരണം എന്നുള്ളൊരു അഭ്യർത്ഥന വെച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുകയായിരുന്നു. മറ്റാരുടെയും പൈസ സ്വീകരിക്കാതെ ഈ MP മൂത്തേടം എന്ന് പറയുന്ന ആ ഭക്തർ അത് നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒരിടത്തും അദ്ദേഹത്തിൻ്റെ ഒരു പേര് എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ആണല്ലേ? സാധാരണ ഏത് ഇത് ചെയ്താലും അവരുടെ ഒരു പേരൊക്കെ എഴുതി വെക്കുമല്ലോ. ഗുരുദേവൻ സമാധി അടഞ്ഞ മുറിയും ഉപയോഗിച്ചിരുന്ന ദിവ്യവസ്തുക്കളും ഇവിടെ വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട കാര്യമാണിത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറിയും വസ്തുക്കളെയൊക്കെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നമുക്കും കിട്ടാൻ പോവുകയാണ്. ഇത് വൈദിക മഠം. ഇവിടെയാണ് അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഗുരുദേവൻ കഴിഞ്ഞിരുന്നത്. ഇവിടേക്കാണ് ഗുരുദേവനെ സന്ദർശിക്കാനായിട്ട് രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിയൊക്കെ വന്നു പോയത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹം അവസാന നാളിൽ ഉപയോഗിച്ച കട്ടിലും വടിയും ഒക്കെയാണ്. ഒരു ഏറെ ചരിത്ര പ്രാധാന്യമുള്ള യുഗപുരുഷൻ വസിച്ചിരുന്ന മണ്ണിൽ നിൽക്കുമ്പോൾ വല്ലാത്ത ഒരനുഭൂതി. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ പോകുമ്പോഴും വർക്കലയിൽ എത്തുന്ന സമയത്ത് വർക്കലയിലേക്ക് വരാനുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, നമ്മൾ ഈ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് അല്പദൂരം മാത്രമാണുള്ളത്. ശിവഗിരി ഒരു സ്റ്റോപ്പ് തന്നെയുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾക്കും തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തങ്ങാനും ഭക്ഷണം കഴിക്കാനും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഈ ആത്മീയ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഇടം സന്ദർശിക്കാനൊക്കെ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ജീവിത സായാഹ്നത്തിൽ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന റിക്ഷ ഇവിടെയാണ് ഇരിക്കുന്നത്. കാണാം. ഗുരുദേവന് ഇതൊരു ശിഷ്യൻ സമ്മാനിച്ചതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു വിദ്യാലയമുണ്ട്. അത് 100 വർഷമാകാൻ പോവുകയാണ്. വിദ്യാലയത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാൻ പോകുന്ന സമയമാണ്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് കേരള മനോഹർ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞത്. അപ്പോൾ സ്കൂളിൻ്റെ പണികളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഗുരുദേവൻ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. ഇവിടെ പോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ കാല് തട്ടിയൊന്ന് മുറിഞ്ഞപ്പോൾ സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു ശിഷ്യൻ സമ്മാനിച്ചതെന്നാണ് പറയുന്നത് ഈ വിദേശ നിർമ്മിതമായ റിക്ഷ. ഈ റിക്ഷ ഏറ്റുവാങ്ങുന്നതിന് മുമ്പായിട്ട് ഗുരുദേവൻ ഒരു വ്യവസ്ഥ വെച്ചിരുന്നെന്നാണ് പറയുന്നത്. മൃഗങ്ങളെ കൊണ്ട് ഈ റിക്ഷ വലിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളിൽ ഭക്തിയോ സ്നേഹമോ ഒക്കെ കൂടുതലുള്ള ആരാണോ അയാൾ വേണം വലിക്കാനെന്ന് പറഞ്ഞിരുന്നു. എത്ര മഹത്തരമായ കാര്യമാണല്ലേ അത്.
ഗവൺമെൻറ് യോഗ പ്രകൃതി ചികിത്സ ആശുപത്രി വർക്കല. ഇതും വർക്കലയുടെ മറ്റൊരു പ്രത്യേകതയാണ്. കാരണം നമുക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നമ്മുടെ ആരോഗ്യ പരിപാലന സംരക്ഷണ ആശുപത്രിയാണത്. ഇതെങ്ങനെ എവിടെ അഡ്മിഷൻ കിട്ടുന്നത്? നമ്മുടെ ഡോക്ടറെ കാണണം, ഡോക്ടർ പറയും നമുക്ക് അഡ്മിഷൻ വേണം, പിന്നെ നമുക്കൊരു സ്ലോട്ട് അവരുടെ സ്ലോട്ട് അനുസരിച്ച് ബുക്ക് ചെയ്തിട്ട് പോകും, സ്ലോട്ട് അനുസരിച്ച് നമ്മളെ വിളിക്കും. എല്ലാവർക്കും ഉള്ള ധാരണ അതാണ്, കുമ്പളങ്ങ ജ്യൂസ് ഇട്ട് ഇവിടെ പട്ടിണി ഇടുവാന്നുള്ളത്. അങ്ങനെയല്ല. ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിജസ്ഥിതി അറിയണമല്ലോ നമുക്ക്. പിന്നെ മണ്ണ് വാരിത്തേച്ചാണ് നിൽക്കുന്നത്, അതൊന്നുമല്ല. മണ്ണ് വാരിത്തേക്കലും കുമ്പളങ്ങ കുടിപ്പിക്കലുമാണെന്നാണ് ഓരോരുത്തരുടെ അസുഖത്തിനനുസരിച്ച് വേണം നമ്മൾ ചികിത്സിക്കാൻ. ഞങ്ങൾ പോലും എങ്ങും പറയാതെ ഇറങ്ങിയേക്കുന്നത്. ശരിക്കും നാട്ടിലെ ആൾക്കാർ കളിയാക്കും, നിങ്ങൾ പ്രകൃതിക്ക് പോവാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരിക്കൽ വന്നിട്ട് പോയാൽ അവർക്ക് പിന്നെയും വരാൻ വേണ്ടി തോന്നും. കാരണം അത്രയും ബോഡി ക്ലെൻസിങ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ 32 ഇയേഴ്സിന് മുമ്പ് വന്ന കസ്റ്റമേഴ്സ് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ ഈ ഉപവാസത്തിലൂടെ ഒരുപാട് ഇതായി പോകുന്നുണ്ട്. മാത്രമല്ല നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഏറ്റവും പ്രധാനം. അതാണ് വളരെ മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ ഇവിടെ? വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ. ചുരുക്കി പറഞ്ഞ സുഖവാസ കേന്ദ്രമാണത് കേട്ടോ. കാരണം സാധാരണ ഇപ്പോൾ സിനിമകൾ പോലും നമ്മൾ കണ്ടിറങ്ങുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കും. പക്ഷേ ഇവിടെ ഓടി വരികയാണ് ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട്. അവർ വളരെ ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, സൗഹൃദത്തോടെ വന്നിട്ട് പറയുകയാണ്, അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു 10 ദിവസം ഇവിടെ നിന്ന് കിടക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 1982 ഇതിവിടെ സ്ഥാപിച്ചത്. 82 അപ്പോൾ അന്ന് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രകൃതി ചികിത്സ യോഗ എന്ന ഒരു ആശയത്തിലാണ് ഇത് തുടങ്ങിയത്. പിന്നീട് കാലങ്ങളനുസരിച്ച് ധാരാളം ജനങ്ങൾ ഈ സ്ഥാപനത്തെക്കുറിച്ചും ഈ ചികിത്സാ രീതിയുടെ മികവിനെക്കുറിച്ചും അറിഞ്ഞ് വന്ന് ഇപ്പോൾ വളരെ കേരളത്തിലും മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ ദിനംപ്രതി ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ തന്നെ പറ്റാത്ത രീതിയിൽ വളരെയേറെ നീണ്ട ഒരു വർഷത്തേക്ക് ബുക്കിംഗാണ് ഈ സ്ഥാപനത്തിൽ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത കാലയളവ് നിശ്ചയിച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ ഒരു ജീവിതശൈലി, പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ പറയുന്ന നിരവധി രോഗങ്ങളുമായിട്ട് വരുന്നവർക്ക് ഒരു 10 ദിവസത്തെ പാക്കേജായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ഡോക്ടർ പഠിപ്പിക്കുന്നത് വെച്ചാൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു ചെറിയ യോഗാസനങ്ങൾ തൊട്ട് ക്രമേണ അവർക്ക് ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാവർത്തികമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് യോഗാസനങ്ങളാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അതിന് മാത്രം ഉതകുന്ന രീതിയിലുള്ള യോഗാസനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡോക്ടർ പഠിപ്പിക്കുന്നത്. അവരതിനെ പ്രാപ്തരാകും. 10 ദിവസം കൊണ്ട് നല്ലൊരു പരിശീലകൻ അവർക്ക് കിട്ടും. നോർമലായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. പതിയെ ശരീരം ഫ്രീ ചെയ്തുകൊണ്ടുവരിക. മെല്ലെ പിന്നിലേക്ക് ശരീരം വളർത്തുക. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ജെന്യൂനായിട്ടുള്ള ഒരു അഭിപ്രായം കിട്ടുക എന്ന് തന്നെ പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ വന്ന് കൂടിയവർ മുഴുവൻ തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം തോന്നി. എന്തായാലും ഇനിയും നാൾക്കുനാൾ നമ്മുടെ നാടിനും ഒക്കെ, നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനും അതിനും പുറത്തുമൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറയുന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സ്ഥാപനത്തോട് നമുക്കും ചേർന്ന് നിൽക്കാം വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ. അങ്ങനെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൻ്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വിശാലമായ ഹെൽപ്പാഡ്. വർക്കല ഹെൽപ്പാഡിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം വളരെ VVIPകളായ ആൾക്കാർ ഇപ്പോൾ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ എറണാകുളത്തുമാണ് നമുക്ക് എയർപോർട്ടുകളുള്ളത്. അല്ലാതെ ഇൻബിറ്റ്വീനൊക്കെ പോകാനായിട്ട് ഇപ്പോൾ ശിവേരി മഠത്തിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇടപ്രദേശങ്ങളിലൊക്കെ പോകാനായിട്ട് വരുമ്പോൾ ഹെൽപ്പാഡ് ഇവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ തൊട്ട് താഴെ നമുക്കാണ് അറബിക്കടൽ ഇങ്ങനെ ഇരച്ച് കയറി ചിരിച്ചു തുള്ളി വരുന്നത് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി ഇടത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ വലത്തേക്ക് പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പക്ഷേ ഗോവയൊക്കെ ഓർമ്മപ്പെടുന്ന തരത്തിലുള്ള അസാധ്യമായ
രസകരമായ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു പക്ഷേ വൈകുന്നേരങ്ങളാണ് ഏറ്റവും കൂടുതൽ മനോഹരമാകുന്നത് ഇവിടെ. ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽപ്പുണ്ട്. നട്ടുച്ച സമയമാണ്. ഈ സമയമല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ട സമയം നമുക്കറിയാം വൈകുന്നേരമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ അത് മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ എന്ന് നമ്മെ പഠിപ്പിച്ച മലയാളത്തിൻ്റെ വിപ്ലവകവി ആശാൻ. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള 5 തെങ്ങ് കോട്ട.